പൂക്കോട്ടുമാടത്തെ വീട്ടിൽ ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഒത്തുകൂടിയ ഒരു വീഡിയോ ആണ് കേട്ടോ അത് എൻ്റെ കൂടെ എല്ലാ കാര്യം ചെയ്യാനായിട്ട് സഹായത്തിനുള്ളത് ഏട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് കേട്ടോ പുഷ്പേച്ചിയാണ് ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ പരിപാടിക്കും കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആൾ പുഷ്പേച്ചിയാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ നേരത്തെ ചെമ്മീൻ കറി വെച്ചിട്ടുണ്ട്, തോരന് വെച്ചിട്ടുണ്ട്, മോര് കാച്ചി ബീഫും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സാധാ ചോറിനുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ചിക്കൻ ബിരിയാണിയാണ് ഞങ്ങൾ വെക്കുന്നത്. പക്ഷേ ഇത് ചോറിനുന്നവർക്ക് ഞങ്ങൾക്ക് അങ്ങനെയാണ്. കുറേ ആളുകൾ ബിരിയാണി കഴിക്കാത്തവരുണ്ട്, ചിക്കൻ കഴിക്കാത്തവരുണ്ട്, മീൻ കഴിക്കാത്തവരുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാ ഐറ്റവും വയ്ക്കണം. പുഷ്പേച്ചി ഞങ്ങൾ ബിരിയാണി കുറച്ച് ചിക്കൻ വറുത്തിട്ടാണ് വയ്ക്കുന്നത്, പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ. അതിൻ്റെ കാര്യങ്ങളൊക്കെ പുഷ്പേച്ചിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഞാൻ ഇന്നലെ തന്നെ പുഷ്പേച്ചിനെ കൂട്ടിയിട്ട് വന്നു, കാരണം ഞങ്ങൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മാവൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അതാ ഈ വരുന്നതാണ് അമ്മായിമ്മയാണത്. അമ്മ തന്നെയാണ്, എന്നാലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അമ്മയുടെ ആങ്ങളെ നാട്ടിൽ നിന്ന് വന്നതാണ് അമ്മായി, അവരുടെ പേരക്കുട്ടികളും. അപ്പോൾ അവരൊക്കെ വന്ന് ഞങ്ങളെല്ലാവരും കൂടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് അപ്പോഴേക്ക് കുറേ ടീമുകൾ എത്തിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, കുറേ ടീമുകൾ എത്തിപ്പെടുന്നുണ്ട്. മക്കളൊക്കെ ഞങ്ങളുടെ ജ്യേഷ്ഠൻ്റെ മോളൊക്കെയാണ് ഈ വരുന്നത്. വഴിക്കടവ് കല്യാണം കഴിച്ചതാണ്. അവരൊക്കെ ഓരോരുത്തർ ടീമുകൾ, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നേ ഉള്ളൂ. എല്ലാവരും കൂടെ ഒരു കൂടിച്ചേരലുമായി, ഒരു സന്തോഷമാണല്ലോ ഇതൊക്കെ. ഞങ്ങൾക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതേട്ടോ ഇഷ്ടം പോലെയാണ് ആൾക്കാർക്കൊരു പഞ്ഞയില്ല. എന്ത് കാര്യത്തിനും വീട് നിറച്ചൊരു റെയിൽവേ സ്റ്റേഷനിലെ പോലെയാണ്, ഇടിയാണ്. ഞങ്ങൾക്ക് രസമാണ്, സന്തോഷമാണ് കൂടുമ്പോൾ. ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബിരിയാണി കുത്തിത്തരാൻ വേണ്ടിയിട്ടൊക്കെ നാത്തൂൻ്റെ മോനാണ്. എല്ലാവരും ഉണ്ട് കേട്ടോ, ഇന്ന ആളെന്നൊന്നുമില്ല. കാണുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി എല്ലാവരും റെഡിയാണ്. ചെയ്തതിൻ്റെ ബാക്കി ചെയ്യാനൊക്കെ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ റെയിൽവേ സ്റ്റേഷനിൽ പോലെ അടുക്കളയത്തെ ഇടിയാണ് ഈ കാണുന്നത്. അങ്ങനെ രസമാണ്. ഇവർക്ക് നേരത്തെ പോകേണ്ടതുകൊണ്ട് അവർക്ക് ഞങ്ങൾ ഫുഡ് കൊടുത്ത്, അവർ രാത്രി പോകും. ട്രെയിനിന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് നേരത്തെ. അമ്മാവനും അമ്മായിയൊക്കെ ഇവിടെ വന്ന് വലിയ സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് ഒരാഴ്ച നല്ല മേളായിരുന്നു കേട്ടോ അവരുണ്ടായതുകൊണ്ടേ. 3-4 ദിവസം പോയതറിഞ്ഞില്ല. ഇപ്പോൾ ഇറങ്ങുന്നൊരു വിഷമത്തിൽ എല്ലാവരും കൂടിയിരുന്ന് ചർച്ചയിലാണ്. സിറ്റ് ഔട്ടിലിരിക്കുന്നു, റൂമിലിരിക്കുന്നു, ഹാളിൽ. ആ സമയത്താണ് അടുത്ത ഏറ്റവും ലാസ്റ്റ് ബാച്ച് എത്തണേ ഉള്ളൂ കേട്ടോ. ഓരോ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്നവരാകുമ്പോൾ കുറച്ച് വൈകിയാണ് ഓരോ ടീം എത്തുന്നത്. അങ്ങനെ ഇപ്പോൾ ഇവർ പോകാനുള്ള ടൈം അടുത്ത നേരത്തേക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാവരും എത്തി കണ്ടോ. എല്ലാവരും ഓരോ സെക്ഷനായിട്ട് തിരിഞ്ഞിരുന്ന് ഓരോ വിശേഷം പറച്ചിലൊക്കെയാണ്. അമ്മാവൻ പോകാൻ വേണ്ടി ഇറങ്ങുകയായി. എല്ലാവരും വലിയ പ്രയാസത്തിലാണ്. വന്ന് ഇത്രയും പ്രായമായതല്ലേ, അപ്പോൾ പോകുമ്പോൾ അമ്മയ്ക്കും വലിയ സങ്കടം, അമ്മാവനും വലിയ സങ്കടം. അമ്മായി അങ്ങനെ കുറേ ഇവിടുത്തെ മലബാറിൽ വന്ന കാര്യങ്ങൾ പറയുക കേട്ടോ. ഒരു മാന്നാർന്നാണ് വരുന്നത്. അപ്പം കുറേ വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. അപ്പോൾ പോകുമ്പോൾ ആ ഒരു വിശേഷം തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കും അതെ വലിയ സന്തോഷമായിരുന്നു. 2 ദിവസം കുട്ടികളൊക്കെ വന്നിട്ട് ഞങ്ങളെ വലിയ ആഘോഷമാക്കി മാറ്റി. എല്ലാ വീട്ടിലും, ഞങ്ങളുടെ എല്ലാ വീടുകളിലും ഇങ്ങനെ കൂടിയിരുന്നു. ഞാനിവിടെ കൂടിയത് മാത്രമേ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പോകാനിറങ്ങുമ്പോൾ പിന്നെയും പറഞ്ഞിട്ട് തീരുന്നില്ല. തിരിഞ്ഞ് നിന്ന് വീണ്ടും പറയുകയാണ്. കാറിൻ്റെ അവിടെ ചെന്ന് നിന്നിട്ടും പറയുകയാണ്. അങ്ങനെ അമ്മാവനൊക്കെ കാറിൽ കയറി കണ്ണാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടാക്കുകയാണ്. അവർ പോയിട്ട് ഞങ്ങളകത്തേക്ക് കയറിയതാ. അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നു. അമ്മാവൻ പോയൊരു പ്രയാസത്തിലേ വീടിൻ്റെ ഉള്ളൊക്കെ കാലിയായി കേട്ടോ. അടുക്കളയൊക്കെ ഞങ്ങളുടെ പെൺപിള്ളേരെ കൈ കയറി കേട്ടോ. പുഷ്പേച്ചിയുടെ മേൽനോട്ടം അപ്പോഴും ഉണ്ടായി. പുഷ്പേച്ചി എത്തി നോക്കാത്ത പരിപാടികളേ ഉണ്ടാവില്ല. എല്ലാം വല്യമ്മനോട് ചോദിച്ചിട്ടുള്ള പരിപാടിയുള്ളൂ. എല്ലാവരും കൂടിയതാ. അടുത്ത സെക്ഷനൊക്കെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കുറേ ടീമിനെ വേറെ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പെണ്ണുങ്ങളെ സെറ്റിനൊക്കെ പടന്നിരിക്കാൻ. ഞങ്ങൾ ലാസ്റ്റ് ഇരിക്കുക പറഞ്ഞാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് എഴുന്നേക്കാതിരുന്ന് വർത്താനം പറഞ്ഞാൽ തീരൂലേ. തീറ്റേനേക്കാളിലും മെയിനായിട്ട് സംസാരമാണ്. എന്ത് രസമല്ലേ ഇങ്ങനെ വീട്ടിലെല്ലാവരും കൂടിയിരിക്കുമ്പോൾ. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷം കേട്ടോ ഞങ്ങളുടെ ഈ ഒരു കൂടിച്ചേരൽ എന്ന് പറഞ്ഞാൽ.